3 വർഷം നീണ്ടു നിൽക്കുന്ന കേരഗ്രാമം പദ്ധതി കൈലൂരിൽ തുടക്കമായി. നാളികേര കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുക, തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുക, മൂല്യവർദ്ധിത യൂണിറ്റ് ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്നതാണ് കേരഗ്രാമം പദ്ധതിയുടെ ലക്ഷ്യം. കെ ബാബു MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാട്ടുകളിൽ പോലും ഈ തെങ്ങിനെ കുറിച്ച് വളരെ വിശദമായിട്ടാണ് പാടുക. കാരണം മലയാളികളുടെ മനസ്സിൽ ഒരു വീടുണ്ടെങ്കിൽ ആ വീടിനെ അടയാളപ്പെടുത്തുന്നത് 1-2 തെങ്ങുകളുണ്ടാകും. ആ മുറ്റത്ത് 2 തെങ്ങ് നിൽക്കുന്ന വീട് എന്നാണ് പണ്ട് എൻ്റെ വീടിന് ഞാൻ അടയാളപ്പെടുത്തുക. പഴയ വീട്ടിൽ 2 തെങ്ങുകൾ. അപ്പോൾ സ്വാഭാവികമായും തെങ്ങും തോട്ടവും മലയാളികളെ സംബന്ധിച്ചൊരു വരുമാനമുള്ള മാർഗമായി. അവനവൻ്റെ വീട്ടാവശ്യത്തിനും തോട്ടങ്ങൾ എന്ന നിലയിൽ കേരളത്തിലെ നാളികേരത്തിൻ്റെ ആവശ്യവും വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ ഇവിടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതായത് ഷാമ്പു തുടങ്ങിയ പല സാധനങ്ങളിൽ ഉപയോഗിക്കുന്നതും ഈ വെളിച്ചെണ്ണ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ കേരളത്തിൽ മണ്ടചീയലും ഓലചീയലും ഒക്കെ വന്നതോടുകൂടി ഇടക്കാലത്ത് തെങ്ങിൻ്റെ വലിയ തോതിലുള്ള കാറ്റുവീഴ്ചയൊക്കെ വന്നതോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോട്ടങ്ങളിലൊക്കെ മണ്ട പോയ തെങ്ങുകളെ കണ്ടിട്ട് തന്നെ നമ്മൾ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടി വന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. വിഘ്നേഷ് അധ്യക്ഷനായി. ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് റജീന ചാന്ദ മുഹമ്മദ്, മവിത വിശ്വനാഥൻ, P. പുഷ്പാകരൻ, K. ഉമാദേവി, കൃഷി ഓഫീസർ MK മാനസ, K. സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.